അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് നമ്മളൊരു 1.5 കപ്പ് മൈദ ഒരു ബൗളിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊരു ദോശ മാവിൻ്റെ ഒരു അത്രയും ലൂസായിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം, കട്ട കുത്താതെ. വിസ്ക് വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ആവശ്യം വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഒരു ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗളെടുത്ത് വെച്ചിട്ട് അതിലേക്ക് 3 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു സവാള കനം കുറഞ്ഞരിഞ്ഞത്, ഒരു ക്യാരറ്റ് ഇതുപോലെ ചിരകിയെടുത്തത്, ഒരു തക്കാളി കുരുവൊക്കെ കളഞ്ഞ അതിൻ്റെ ആ ഒരു ഉറപ്പുള്ള ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പിടി മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മാവ് നമുക്ക് ഓരോ ദോശകളായിട്ടൊന്ന് ചുട്ടെടുക്കണം. പാനൊന്ന് ചൂടായി വരുമ്പോൾ ഇത്തിരി എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഫ്ലെയിം ഒത്തിരി കൂട്ടി വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് സെറ്റായി പോകും ദോശ. ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദോശ ചുട്ടെടുക്കാൻ. മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്ന് നമുക്കിതിൻ്റെ ഒരു ഭാഗം, ഒരു പകുതി ഭാഗത്ത് ആ മുട്ടയുടെ മിക്സ് ഒന്ന് വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ദോശയിലൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് ചീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ദോശയൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഒന്ന് തിരിച്ച് മറച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് വെന്ത് കിട്ടണത് വരെ. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. രണ്ട് ഭാഗം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് 2 മെത്തേഡിൽ ഇത് ചെയ്തെടുക്കാം. ഇനി വേറൊരു മെത്തേഡ് കാണിച്ചു തരാം. ദോശ ഇതുപോലെ അപ്പുറപ്പുറം മറിച്ചിട്ട് വെന്ത് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ചട്ടിയിലേക്കൊന്ന് റൗണ്ട് ആക്കിയിട്ട് പരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായി നമ്മൾ ചുട്ടു വെച്ചിട്ടുള്ള ദോശ ഒന്ന് അമർത്തി കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് ഇനി ചീസ് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു പകുതി ഭാഗത്ത് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം.
ഒന്ന് പകുതി മുകളിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ 2 രീതിയിൽ ഉണ്ടാക്കിയ ദോശ റെഡിയാണ്. ബാക്കിയുള്ളതും കൂടി നമ്മളിതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞിട്ട് നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു കറികളുടെ ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.